ഇന്ന് പകൽ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശങ്ങൾക്കായി, നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് നന്ദി പറയുന്നു. ദൈവം നമ്മളോട് ശക്തമായി ഇന്ന് പകലും ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ദൈവജനം എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഈ ധരണത്തിൽ അറിയിക്കുകയാണ്. പ്രൈസല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തുടർമാനമായ ഒരു വിഷയത്തിൻ്റെ അകത്തിൽ നിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ സത്യം പറഞ്ഞ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിച്ചൊരു വിഷയമുണ്ട്. അതിൽ നിന്ന് ഇന്ന് പരിശുദ്ധാത്മാവെന്നെ ഈ വാക്യത്തിൻ്റെ അകത്തേക്ക് എന്നെ തിരിക്കുവാനിടയായി. പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ ചിന്തിക്കുന്നു, ഇന്ന് പകലൊരു അസാധാരണമായ ദൈവിക മഹത്വം നമുക്ക് വേണ്ടി ചലിക്കുക തന്നെ ചെയ്യും. 23-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിച്ചാട്ടെ. 23-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഫെലിസ്ത്യർ കെയിലയുടെ നേരെ യുദ്ധം ചെയ്യുന്നു എന്നും കണ്ടോ, അവരുടെ കളങ്ങളെ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, നീ ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദിൻ്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ട് പാർക്കുന്നുവല്ലോ, എങ്ങനെ ചെല്ലുവെന്ന് പറഞ്ഞു. കണ്ടോ, ദാവീദ് പറയുകയാണ്, ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ പറയുകയാണ്, നമ്മളിപ്പോൾ ഇവിടെ പാർക്കുന്നത് ഭയപ്പെട്ടാണ് നമ്മൾ പാർക്കുന്നത്. യഹൂദയിൽ നമ്മൾ ഭയപ്പെട്ട് പാർക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇവരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി കെയിലയിലേക്ക് കടന്നു പോകുവാൻ കഴിയും? ഇവർ പാർക്കുന്നത് യഹൂദയിലാണ്. ഇവരിവിടെ പാർക്കുന്നത് ഭയപ്പെട്ടാണ്. ശൗലിനെ ഭയപ്പെട്ട് പാർക്കുകയാണ്. ശൗലും അവൻ്റെ ആൾക്കാരും കുന്തവുമായി ദാവീദിനെ കൊന്നുകളയേണ്ടതിന് വേണ്ടി അവൻ്റെ പിന്നാലെ അവനെ അനുവാദനം ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ പല ഫലങ്ങളിൽ പല ഇടങ്ങളിലൊക്കെ ഇവൻ ഒളിവിൽ പാർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദാവീദ് ഇങ്ങനൊരു വാർത്ത കേൾക്കുന്നത്. കെയില എന്ന് പറയുന്ന സ്ഥലത്തെ യുദ്ധം ചെയ്യേണ്ടതിന് വേണ്ടി ഫെലിസ്ത്യ ശക്തി വന്നു. അവരെ യുദ്ധം ചെയ്യുകയും അവരുടെ കളങ്ങളെ കവർച്ച ചെയ്യുകയും ചെയ്യും. അവരുടെ കളങ്ങളെ എന്ത് ചെയ്യാണ്? കവർച്ച ചെയ്യുക. അവരുടെ കളങ്ങളെ കവർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്ത ദാവീദിൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ കടന്നു ചെന്ന് രക്ഷിക്കട്ടെ, ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കട്ടെ എന്ന് ദാവീദ് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം പറയാണ്, നീ കടന്നു ചെന്ന് ഫെലിസ്ത്യരെ യുദ്ധം ചെയ്ത് ജയിച്ച് കെയില എന്ത് ചെയ്യുക? രക്ഷിക്കുക. ദാവീദ് ഒളിവിൽ പാർക്കുന്നു എന്ന് ആ വചനം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുകയാണ്. ദാവീദ് എവിടെയാണ് പാർക്കുന്നത്? അവൻ ഒളിവിൽ യഹൂദയിൽ പാർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവൻ യഹൂദയിൽ പാർക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവൻ്റെ അമ്മായിപ്പനായിരിക്കുന്ന ശൗല് ഇപ്പോൾ എന്ത് ചെയ്യാണ്? അവന് വിരോധമായി തീർന്നിരിക്കുകയാണ്. ദാവീദിൻ്റെ മേൽ അഭിഷേകം വീഴുകയും ദാവീദ് രാജാവായി അഭിഷേകം ഏൽക്കുകയും ചെയ്ത് എന്നുള്ള വാർത്ത ശൗലിൻ്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശൗൽ ഇവന് വിരോധമായി തീർന്ന് എങ്ങനെയും ഇവനെ കൊന്നു കളയുവാൻ വേണ്ടി പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ പിന്നാലെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇസ്രയേലിൻ്റെ രാജാവായിരിക്കുന്നവൻ ഒരു കാട്ടുകോഴിയെ തിരയുന്നത് പോലെ എന്നെ തിരയുന്നത് എന്ത് എന്ന് വെച്ചാൽ ദാവീദ് പറയുകയാണ്, ഇസ്രയേലിൻ്റെ രാജാവായിരിക്കുന്നവൻ ഒരു കാട്ടുകോഴിയെ തിരയുന്നത് പോലെ ഒരു ചെള്ളായിരിക്കുന്ന എന്നെ തിരയുന്നത് എന്ത്? ദാവീദ് പറയും, ഞാനൊരു ചെള്ളിൻ്റെ അത്രയേ ഉള്ളൂ, പക്ഷെ എന്നെ തിരയുന്നതൊരു കാട്ടുകോഴിയെ തിരയുന്നത് പോലെയാണ്. കാട്ടുകോഴിയെ തിരയുന്നതിൻ്റെ സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും സ്ഥലത്തൂടെ പമ്മിപ്പോയ കാട്ടുകോഴിയെ കാണാൻ കഴിയത്തില്ല. കാടിളക്കി
തപ്പിയെങ്കിൽ മാത്രമേ കാട്ടുകോഴിയെ പിടിക്കാൻ കഴിയത്തുള്ളൂ. നാടും രാജ്യങ്ങളും ഇളക്കിക്കൊണ്ട് ശൗലും അവൻ്റെ കൂട്ടരും ദാവീദിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഇവൻ യഹൂദയിൽ പതുങ്ങിയിരിക്കുമ്പോൾ ആരും കാണാതെ ഒളിച്ചിരിക്കുമ്പോഴാണ് കെയില എന്ന് പറയുന്ന സ്ഥലത്തെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഫെലിസ്ത്യർ വന്നും അവരുടെ കളങ്ങളെ കവർച്ച ചെയ്തുകൊണ്ട് പോകുമെന്നുള്ള വാക്കുകൾ കേട്ടുകഴിഞ്ഞപ്പോൾ ദാവീദിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ചെന്ന് ഇവരെ രക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അഭിഷക്തനായിരിക്കുന്ന, ദൈവം അഭിഷേകം ചെയ്ത് ഇസ്രയേലിൻ്റെ അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്ന ദാവീദ് പറയുകയാണ്, ഞാൻ യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നീ കെയിലയെ സംരക്ഷിക്കുവാൻ പറഞ്ഞത്? അതാണ് നമ്മുടെ ചിന്ത ഇന്ന് പകൽ. ഒരു രാജ്യത്തിൻ്റെ എന്തുകൊണ്ട് രക്ഷിക്കുവാൻ ദൈവം പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കെയില എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, കെയില എന്ന് പറയുന്ന ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ സ്ഥലം കെയില എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ സ്ഥലം ഒരു വരണ്ട ദേശമാണ്. ഈ സ്ഥലം എങ്ങനെയുള്ള ദേശമാണ്? ഈ സ്ഥലം ഒരു വരണ്ട ദേശമാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇത് മനുഷ്യന് പാർക്കുവാൻ കൊള്ളുന്നൊരു ദേശമല്ല കെയില എന്ന് പറയുന്ന ദേശം. ഈ സ്ഥലത്തിൽ കൂടെ ഒരു മനുഷ്യൻ പോലും നടന്നു പോകുവാൻ ആഗ്രഹിക്കാത്തൊരു സ്ഥലമാണ് കെയില എന്ന് പറയുന്ന ദേശം. ഈ സ്ഥലം ഒത്തിരി വിസ്തൃതിയുള്ള ഒരു സ്ഥലമല്ല. ചരിത്രം പഠിപ്പിക്കുന്നു ഏകദേശം 3 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ളൊരു സ്ഥലമാണ് കെയില എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ഈ സ്ഥലത്തെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ആ കാലഘട്ടങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നറിയപ്പെടുന്ന ഫെലിസ്ത്യ ശക്തി കടന്നു വരണമെങ്കിൽ കെയില വരണ്ട ദേശമല്ല, അത് പുഷ്ടിയുള്ള ദേശമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ കാലഘട്ടങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഫെലിസ്ത്യർ. 5 രാജാക്കന്മാരും 5 സേവാമൂർത്തികളും വലിയ സൈന്യവുമുള്ളൊരു ശക്തിയാണ് ഫെലിസ്ത്യ ശക്തി എന്ന് പറയുന്നത്. വരണ്ട ദേശത്തെ, മനുഷ്യന് പാർക്കാൻ കൊള്ളാത്ത ദേശത്തെ, മനുഷ്യന് വഴി നടക്കാൻ കൊള്ളാത്ത ദേശത്തെ ഇവരെന്തിനാണ് കവർച്ച ചെയ്യുവാൻ വന്നത്? അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ഇതൊരു ചെറിയ സ്ഥലമാണ്, ഒരു ചെറിയ സ്ഥലം അല്ലേ, 3 കിലോമീറ്റർ വിസ്തൃതിയുള്ളൊരു സ്ഥലം. ചരിത്രം പറയുകയാണ്, ഫെലിസ്ത്യർ പറയുന്നു, മറ്റ് രാജ്യങ്ങളെ കൊള്ളയടിക്കുന്നതിനേക്കാൾ നല്ലത് കെയിലയെ കൊള്ളയടിക്കുന്നതാണ്. മറ്റു നാടിനെ കൊള്ളയടിച്ചാൽ ചിലപ്പോൾ നമുക്ക് 6 മാസമേ ജീവിക്കുവാൻ കഴിയത്തുള്ളായിരിക്കും. പക്ഷെ കെയിലയെ കൊള്ളയടിച്ചാൽ നീണ്ട കാലഘട്ടങ്ങൾ നമുക്ക് സമൃദ്ധിയായി ജീവിക്കാൻ കഴിയും. നമ്മൾ ആദ്യമേ ചിന്തിച്ചു, ഈ ദേശം മനുഷ്യന് പാർക്കാൻ കൊള്ളുന്ന ദേശമല്ല എന്ന് വെച്ചാൽ കുരുപ്പ പോലും മുളയ്ക്കാത്തൊരു ദേശം. ഇതെങ്ങനെയാണ് സമൃദ്ധിയുള്ള ദേശമായി മാറിയത്? ഇതെങ്ങനെയാണ് ദൈവിക പ്രവർത്തികളെ വെളിപ്പെടുത്തുന്ന ദേശമായി മാറിയത്? ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് 3 വിധമായിരിക്കുന്ന പ്രതിസന്ധികൾക്കകത്തൂടെ അവർ കടന്നുപോയി. 3 സ്ഥലങ്ങളിൽ അവർ അടിമകളായി പാർക്കേണ്ടി വന്നു. മിസ്രൈമിൽ അവർ അടിമകളായി പാർക്കേണ്ടി വന്നു. ഇവർ അശൂരിൽ അടിമകളായി പാർക്കേണ്ടി വന്നു. ബാബിലോണിൽ ഇവർ അടിമകളായി പാർക്കേണ്ടി വന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം ഇവർ അടിമകളായി പാർക്കേണ്ടി വന്നെങ്കിലും അശൂരിലെ അടിമത്തത്തെക്കുറിച്ച് പറയുന്നത് അത് ഭയങ്കരമായ ഒരു അടിമത്തമെന്ന് അശൂരിലെ അടിമത്തത്തെക്കുറിച്ച് പറയുക. ഒരിക്കലും ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അശൂരിലെ അടിമത്തമെന്ന് പറയുന്നത്. ഇവർ അശൂരിൽ പ്രവാസികളായി പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവത്തോട് കരയുകയും ചെയ്തു. ഞങ്ങളോട് വാഗ്ദത്തം പറഞ്ഞ കനാൻ്റെ അകത്ത് ദൈവമേ നീ ഞങ്ങളെ എത്തിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വന്നുപോയ കുറവുകളെ നീ ക്ഷമിച്ച് ഞങ്ങളെ കനാൻ നാടിൻ്റെ അകത്ത് നീ കാലുറപ്പിക്കണമെന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ
ദൈവം ഈ ജനത്തിൻ്റെ നിലവിളിയെ കേട്ട് അശൂരിൻ്റെ അടിമത്തത്തെ പൊട്ടിച്ച് ദൈവം തൻ്റെ ജനത്തെ പുറത്തെടുക്കുവാനിടയായി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണെങ്കിൽ നീ എവിടെ അടിമയായി പാർക്കേണ്ടി വന്നെന്ന് പറഞ്ഞാലോ, എത്ര വലിയ ശക്തികൾ നിന്നെ അടിമയായി വാഴേണ്ടി വന്നെന്ന് പറഞ്ഞാലും ദൈവം നിന്നെ പുറത്തെടുക്കുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ ദൂത് കൈമാറട്ടെ. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുകയാ, അടിമത്തത്തെ പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുകയാ. ഓ ശംഖല പ്രഭാതിയ, ഹല്ലേലൂയ. ഇവരെവിടെയാണ് അടിമകളായി പാർക്കുന്നത്? അശൂര്. അശൂരിലെ അടിമത്തം 60 സംവത്സരമേ ഉള്ള അശൂരിലെ അടിമത്തം. പക്ഷേ ജീവിതത്തിൽ ഇന്നുവരെ സഹിച്ചിട്ടില്ലാത്തതുപോലെ കഷ്ടതകൾ എവിടെ ഉണ്ടായി? അശൂരിലുണ്ടായി. ഏറ്റവും കൂടുതൽ സംവത്സരം പാർത്ത അടിമകളായി പാർത്ത ദേശം ഏതാണ്? മിസ്രൈം എന്ന് പറയുന്ന സ്ഥലമാണ്. 430 സംവത്സരം അവർ മിസ്രൈമിൽ അടിമകളായി പാർത്തു. ബാബിലോണിയ അടിമത്തത്തെക്കുറിച്ച് പഠിക്കുന്നത് 90 സംവത്സരമാണ്. പക്ഷേ 60 സംവത്സരം പാർത്ത ഈ അശൂരിൽ അവർക്ക് പാർക്കാൻ ഒരു ദിവസം പോലും നിൽക്കുവാൻ കഴിയത്തില്ലാത്തതുപോലെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പൊങ്ങി വരികയാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം ദൈവം അടിമത്തത്തെ പൊട്ടിച്ച് തൻ്റെ ജനത്തെ ദൈവം പുറത്തെടുക്കുവാനിടയായി. അടിമത്തത്തെ പൊട്ടിച്ച് ദൈവം ജനത്തെ പുറത്തെടുക്കുകയും അടിമകളായി പാർത്തുകൊണ്ടിരുന്ന ഈ ജനം അടിമത്തങ്ങളെ പൊട്ടിച്ചുകൊണ്ട് അവർ വാഗ്ദത്ത നാടിലേക്ക് കടന്നെടുക്കുമ്പോൾ ഇവരുടെ യാത്ര മധ്യ ചില പ്രശ്നങ്ങൾ ഇവരുടെ നേരെ ഉണ്ടാകുവാനിടയായി. എന്ന് വെച്ചാൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ അയൽ രാജ്യങ്ങൾ ഇവരെ വഴി നടത്താതെ ഇവരുടെ മുൻപിൽ വാതിലുകളെ അടയ്ക്കുവാനിടയായി. എന്ന് വെച്ചാൽ അശൂരിൽ നിന്ന് ഇവർ ഇറങ്ങി, പക്ഷേ കനാനിലേക്ക് ഇവർക്ക് യാത്ര ചെയ്യുവാൻ കഴിയാത്തതുപോലെ സകല വാതിലുകളും സകല ബൗണ്ടറികളും ഇവരുടെ മുൻപിൽ അടച്ചുറപ്പാക്കിയിട്ട് പറയുക, വാഗ്ദത്തമുള്ളവരാ നിങ്ങൾ, അടിമത്തത്തെ പൊട്ടിച്ചവരാ നിങ്ങൾ. പക്ഷെ എൻ്റെ മണ്ണിൻ്റെ അകത്തൂടെ നിന്റെ വാഗ്ദത്തത്തിൻ്റെ അകത്തേക്ക് നിനക്ക് കയറാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അടിമത്തങ്ങൾ പൊട്ടിയിട്ടും വാഗ്ദത്ത നാടിൻ്റെ അകത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ ചില നന്മകൾക്കകത്തേക്ക് ചലിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നിന്നെ ചലിപ്പിക്കാതെ നിനക്ക് വിരോധമായി ചലിക്കുന്ന ചില പൈശാചിക അജണ്ടകൾ ഇന്ന് പകൽ എൻ്റെ ദൈവം അതിനെ പൊളിക്കുന്ന പകലാ. ഉടമരഘടക ശന്തര പ്രഭാതിയ അസ്മരാധരകഴ ശന്തന. പിശാച് പറയുക, അടിമത്തം നീ പൊട്ടിച്ചോ, അടിമത്തം നീ പൊട്ടിച്ചോ. നിന്റെ ദൈവം നിന്നെ അടിമത്തത്തിന്റെ അകത്തിന് പുറത്തു കൊണ്ടുവന്നു. എവിടെയാണോ നിന്നെ ബന്ധിച്ച ബന്ധനങ്ങൾക്കകത്തു നിന്ന് യേശു നിന്നെ പുറത്തു കൊണ്ടുവന്നു. പക്ഷെ നീ വാഗ്ദത്തത്തിന്റെ അകത്ത് കാലി ചവിട്ടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ അങ്ങനെ പറയുന്ന ചില വാദഗതികൾ ആത്മാവിൽ അത് ഉടയപ്പെടട്ടെ. ഇന്ന് പകൽ അങ്ങനെ പറയുന്ന ചില വാദഗതികൾ ആത്മാവിൽ അത് ഉടയപ്പെടട്ടെ. അടകദരകടക ശന്തര പ്രവാദിയ അസ്മരാധരാധര ഹൽഭ്രമാദി ഘടക ശന്തര. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അടിമത്തത്തെ പൊട്ടിച്ചിട്ടോ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നിട്ടോ വാഗ്ദത്തങ്ങൾക്കകത്തേക്ക് നിന്റെ കാല് വെക്കുവാൻ കഴിയാതെ, നന്മകൾക്കകത്തേക്ക് നിനക്ക് എൻ്റർ ചെയ്യാൻ കഴിയാതെ പിശാച് ചില ബൗണ്ടറികളെ നിന്റെ മുൻപിൽ അടച്ചിരിക്കുകയാ. ഇന്ന് പകൽ ആത്മാവിൽ പറയട്ടെ, അത് നിന്റെ മുൻപിൽ തുറക്കാൻ പോകുകയോ. ഇന്ന് പകൽ ചില ബൗണ്ടറികൾ പൊളിയ, ഇന്ന് പകൽ ചില ബൗണ്ടറികൾ പൊളിയ. പിശാച് പറഞ്ഞു നീ ഈ നാട്ടിൽ ഒതുങ്ങിയാ മതി, പിശാച് പറഞ്ഞു നീ ഈ സംസ്ഥാനത്ത് ഒതുങ്ങിയാ മതി, പിശാച് പറഞ്ഞു ഈ രാജ്യത്ത് നീ ഒതുങ്ങിയാ മതി. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കട്ടെ, നീ ഈ നാട്ടിൽ ഒതുങ്ങേണ്ടവനല്ലോ.
ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങേണ്ടവനല്ല നീ. ഏതെങ്കിലും സ്ഥലത്ത് ഒതുങ്ങേണ്ടവനല്ല നീ. നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ ചെറുതല്ല, ചെറുതല്ല. നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ അത് ചെറുതല്ല. നിന്നെ കുറിച്ചുള്ള പദ്ധതികൾ അത് ചെറുതല്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അശൂരിൽ ഒതുങ്ങേണ്ടവനല്ല നീ. പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ ഓർത്തു എന്ന് യഹോവ പറയുന്നു. ഞാൻ അവരോട് കൊടുക്കാമെന്ന് പറഞ്ഞ കനാൻ ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കും. അശൂരിൻ്റെ അടിമത്തത്തെ പൊട്ടിച്ച് ഈ വാഗ്ദത്ത നാടിലേക്ക് യാത്ര ചെയ്യുന്ന ജനത്തോട് പറയാം, അശൂരിൻ്റെ അടിമത്തത്തെ നീ പൊട്ടിച്ച്, പക്ഷേ ഈ ബൗണ്ടറി പൊളിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അശൂരിൻ്റെ അടിമത്തത്തെ നീ പൊളിച്ചു, പക്ഷെ ഈ ബൗണ്ടറി കടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നീ ഇവിടെ കറങ്ങിയ മതി. നീ പൊട്ടിച്ചത് ശരിയാ, ആധിപത്യങ്ങളെ നീ ബ്രേക്ക് ചെയ്തത് ശരിയാ, അവകാശങ്ങളെ നീ, പിശാചിന്റെ അവകാശങ്ങളെ നീ തകർത്തെന്നുള്ളത് ശരിയാ. പക്ഷെ നിന്നിൽ വെളിപ്പെടേണ്ടത്, നിന്റെ മേൽ തുറക്കപ്പെടേണ്ടത്, നിന്റെ മേൽ വെളിപ്പെടേണ്ടത്, അത് സമ്മതിക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചില തലമുറകളെ പിശാച് ഒതുക്കി പിടിച്ചിട്ട് അവരുടെ യാത്രകളെ, അവരുടെ നന്മകളെയോ, അവരിൽ കൂടെ വെളിപ്പെടേണ്ട ദൈവിക വാഗ്ദത്തങ്ങളെയോ തടയുന്ന ചില വ്യാപാരങ്ങൾ ഇന്ന് പകൽ ആത്മാവ് അതിനെ പൊളിച്ചു കളയുക. ഇന്ന് പകൽ ആത്മമണ്ഡലങ്ങൾ നിന്റെ മേൽ തുറക്കപ്പെടുകയാ. ഇന്ന് പകൽ ചില വാതിലുകൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടുകയാ. നിന്റെ മുൻപിൽ ചില ബൗണ്ടറികൾ ദൈവം പൊട്ടിച്ചു കളയുക. പിശാച് പറയുന്നു നീ അക്കരെ കാണത്തില്ല. പിശാച് പറയുന്നു നീ വാഗ്ദത്തം കാണത്തില്ല. പക്ഷെ വിളിച്ചവൻ പറയുക, ഞാൻ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത്, ഞാൻ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത് മറന്നിട്ടില്ല. ഞാൻ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത് മറന്നിട്ടില്ല. ഞാൻ നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത് മാറിപ്പോയിട്ടില്ല. നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞത് നിന്റെ മേൽ ഞാൻ തുറക്കാൻ പോകുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവി പറയട്ടെ, ദൈവം ചിലതിനെ നമുക്ക് വേണ്ടി തുറക്കാൻ പോകുക. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ബൗണ്ടറികളെ നീ പൊളിക്കോ. അടിമത്തം നിനക്ക് വേണ്ടി ദൈവം പൊളിച്ചെങ്കിൽ, ആധിപത്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം പൊട്ടിച്ചു കളഞ്ഞെങ്കിൽ, ബൗണ്ടറിക്ക് നിന്നെ പിടിച്ചൊതുക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ദേശത്തിന് നിന്നെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ലോ. ഹർബല പ്രഭാതിക ശംഭനാദരാദി. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, പിശാച് പറയാണ് നീ ഇത്രയേ ഉള്ളു, ഇതിൻ്റെ അപ്പുറത്തേക്ക് നിനക്ക് ചലിക്കാൻ കഴിയത്തില്ല. നീ അടിമത്തത്തെ പൊട്ടിച്ചു, പക്ഷേ നിനക്ക് വാഗ്ദത്തം മണ്ണ് കാണാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അടിമത്തം പൊട്ടിയെങ്കിൽ നിന്റെ മുൻപിൽ ബൗണ്ടറികൾ പൊളിയും. അടിമത്തം പൊട്ടിയെങ്കിൽ നിന്റെ മുൻപിൽ ബൗണ്ടറി പൊളിയും. പിശാചിന്റെ അജണ്ടകൾ പൊളിഞ്ഞെങ്കിൽ, അവന്റെ ആധിപത്യത്തെ നീ പൊളിച്ചെങ്കിൽ, നിന്റെ മുൻപിൽ ബൗണ്ടറിക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഈ ജനത്തിന് വിരോധമാണ് കെട്ടിവെച്ചിരിക്കുന്ന ചില ബൗണ്ടറികള് ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ പൊട്ടിച്ചു കളയുക. ചിലര് പറയാ നീ ഇവിടം വിട്ട് ഇറങ്ങണ്ട. ചിലർ പറയാം നീ റൂം വിട്ട് ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല.
ചിലർ പറയാം നിൻ്റെ വീട് വിട്ട് ഞാൻ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഈ വീടിൻ്റെ അകത്ത് നിന്നെ ഞാൻ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, വാക്തത്വമുള്ള നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല കേട്ടോ. അഭിഷേകമുള്ള നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ദൈവശക്തി പ്രാപിച്ച നിന്നെ ഒതുക്കി വെക്കാൻ കഴിയത്തില്ല. ദൈവിക അഭിഷേകമുള്ള നീ കാലുകുത്തുമ്പോൾ തന്നെ, നീ നടന്നു തുടങ്ങുമ്പോൾ തന്നെ ചിലത് നിന്റെ മുൻപിൽ അടഞ്ഞെന്ന് പറഞ്ഞാലും, ചിലത് പിശാച് നിന്നെ നിരാശപ്പെടുത്താൻ അടച്ചെന്ന് പറഞ്ഞാലും, ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന ചില ബൗണ്ടറികൾ ഉണ്ട് കേട്ടോ. ഈ അശൂരിന്റെ അടിമിത്തത്തെ പൊട്ടിച്ച്, അശൂരിന്റെ പ്രവാസത്തെ പൊട്ടിച്ച് ഈ ജനം ഇറങ്ങി. അശൂരിൽ ഇവർക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരമൊക്കെ സമയാസമയങ്ങളിൽ കിട്ടിയില്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യുമായിരുന്നു? ലഭിക്കുമായിരുന്നു. അശൂരിൻ്റെ അടിമത്തത്തെ പൊട്ടിച്ച് ഇവർ പുറത്തു വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് പല രാജ്യങ്ങളും നാടുകളും ഇവരുടെ മുൻപിൽ അടയുക. പലതും ഇവരുടെ മുൻപിൽ എന്ത് ചെയ്യുക? അടയുക. ഇവർ പറയും നമുക്കെന്നാൽ അതിൽ അങ്ങോട്ട് യാത്ര ചെയ്യാം. അവിടെ ചെല്ലുമ്പം അവർ പറയാം നിങ്ങൾ മേലെ ഇതിൽ നിങ്ങളെ കയറ്റത്തില്ല, നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ വാതിലുകൾ തുറക്കത്തില്ല, ഞങ്ങളുടെ മണ്ണിൻ്റെ അകത്തൂടെ നീ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണ്ട, പോകണ്ട, നീ പോകണ്ട, നീ ഇവിടെ കിടന്നാൽ മതി. പിന്നെ അവർ പറയും എന്നാൽ നമുക്ക് ഇവിടെ തുറന്നില്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് അല്ല. അങ്ങനെ പല സ്ഥലങ്ങളും ഇവരുടെ മുൻപിൽ അടഞ്ഞു. ഏലയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന 3 ദിവസം അവർ ആ മരുഭൂമിയിലും നിർജ്ജനമായ സ്ഥലങ്ങളിലും അവർ അലഞ്ഞെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പിശാച് ഇവരെ ഒന്ന് വലച്ചു. എനിക്ക് തോന്നുന്നു അത് ദൈവം അനുവദിച്ചതാ. ചിലത് പൊളിയുമ്പോൾ നീ പുറത്തു വന്നു കഴിയുമ്പോൾ നിന്നെ ഇച്ചിരി ബലപ്പെടുത്തേണ്ട ദൈവത്തിൻ്റെ ഒരു പദ്ധതി. ചില കഷ്ടതകളൊക്കെ എന്താണ്? നമ്മളെ ഉറപ്പിക്കാണ്, നമ്മളെ ബലപ്പെടുത്താണ്. ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മൾ തീർന്നു, നമ്മൾ അവസാനിച്ചു, ദൈവത്തിന് നമ്മളോട് ഒരു ഇഷ്ടവുമില്ല, ദൈവം നമ്മളെ കാണുന്നു പോലുമില്ല, നമ്മൾ തീർന്നു തുടങ്ങി, നമ്മൾ അവസാനിച്ചു തുടങ്ങി, നമ്മുടെ വള്ളം മുങ്ങിത്തുടങ്ങി, നമ്മുടെ ബോട്ട് മുങ്ങിത്തുടങ്ങി, നമ്മുടെ യാത്ര ഇവിടം കൊണ്ട് അവസാനിച്ചു. പക്ഷേ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഏതൊക്കെ പ്രതിസന്ധി എടുത്ത് പിശാച് നിനക്ക് നേരെ ഉന്നയിച്ചെന്ന് പറഞ്ഞാലും, ഏതൊക്കെ തന്ത്രങ്ങൾ നിന്റെ നേരെ പിശാച് കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും നീ പരാജയപ്പെടത്തില്ല. നീ പരാജയപ്പെടത്തില്ല കേട്ടോ, നീ പരാജയപ്പെടത്തില്ല. നിന്റെ കണ്ണ് നനയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് പറയാം, നിനക്ക് വേണ്ടി ചിലതിനെ ഞാൻ തുറക്കാൻ പോകുക. എടാ, അഭിഷേകമുള്ള നിന്നെ കുരുക്കാനുള്ള ഒരു കുരുക്കും പിശാചിന്റെ കയ്യിലില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ നമ്മുടെ അഭിഷേകത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളെങ്ങും കുരുക്കപ്പെടത്തില്ല. കുരുക്കുകളെല്ലാം അഭിഷേകം പൊളിക്കും. കുരുക്കുകളെയെല്ലാം, പിശാചിൻ്റെ കുരുക്കുകളെയെല്ലാം അഭിഷേകം പൊളിച്ചു കളയും. എത്ര നെയ്ത് കൊണ്ടിട്ടിരിക്കുന്ന വലയും ദൈവം അതിൻ്റെ കുരുക്കുകളെ അഴിച്ചു കളയും. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അഭിഷേകമുള്ള നീ മരുഭൂമിയിൽ ഉലയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അഭിഷേകമുള്ള നീ മരുഭൂമിയിൽ വലയാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. അഭിഷേകമുള്ള നീ മരുഭൂമിയിൽ തകരാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം പറയാം, നീ തകരാൻ അഭിഷേകം ചലിക്കട്ടെ കർത്താവ്. എല്ലാ കുരുക്കുകളും അഴിയട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.
हो शबदल हथर प्रभात जमथर अजनादि हमदर कमाल ला प्रकाटासी हमथर अधनादि നമ്മുടെ മേലുള്ള അഭിഷേകം ഭയങ്കരമാണ്. നമുക്ക് പലർക്കും അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഞാൻ ഉൾപ്പെടെ ഞാൻ പറയാം, നമ്മുടെ അഭിഷേകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നില്ല. ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ ഈ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളൊരു പാസ്റ്റർ ഞാൻ കേട്ടിട്ടുള്ള കേരളത്തിലുള്ള എനിക്കറിയാവുന്ന മുക്കാലി രാജു എന്ന് പറഞ്ഞൊരു കർത്താവിൻ്റെ ദാസൻ. മുക്കാലി രാജു, അങ്ങനെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു, മുക്കാലി രാജു. കൃപയാൽ കഴിഞ്ഞ ദിവസം എനിക്ക് അദ്ദേഹത്തിൻ്റെ സഭയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഒരു ഭാഗ്യം നൽകി. ഒത്തിരി ജനം അവിടെ കടന്നു വരാറുണ്ട്. ഇദ്ദേഹം അടുത്തൂടെ പോയാൽ മതി, പിശാചുണ്ട് അതേ ഇളകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്പിരിച്വൽ ഫാദർ പാസ്റ്റർ മഞ്ചേഷ് മാങ്ങാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഒത്തിരി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ അദ്ദേഹത്തോട്, നിങ്ങളുടെ മേൽ എനിക്കിന്ന പ്രശ്നമുണ്ട് പാസ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം കഴിക്കാൻ വേണ്ടി കൈ കഴുകിയിട്ട് വരുമ്പോഴാണ് ഇത് വന്ന് പറയുന്നത്. അപ്പം എനിക്കറിയാം, പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പുറകിലൊക്കെ നിന്നിട്ടും അവസാനം വരുന്നവർക്ക് വേണ്ടി പുള്ളി പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ എന്തോ പുള്ളിക്കൊരു മനസ്സലിവ് തോന്നിയിട്ട് പുള്ളി പറയുക, ഇങ്ങനൊരു പദം പറഞ്ഞ്, യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ മേലുള്ള ദുരാത്മശക്തി ഇവളിൽ നിന്ന് അഴിഞ്ഞ് അത് വെളിപ്പെട്ട് അത് ഞാൻ പൊക്കോളാമേന്ന് നിലവിളിച്ച് ഇവളെ വിട്ട് ഇപ്പോൾ അഴിഞ്ഞു പോകണമെന്നുണ്ട്. പുള്ളി കഴിക്കാൻ പോയി. പുള്ളി എന്ത് ചെയ്ത് കഴിക്കാൻ പോയി. എന്നോട് വാടാ, ഞാൻ പുറകെ പോയി. ആ ശക്തി അവിടെ നിന്നാണ് അഴിഞ്ഞ് അവർ താഴെ വീണ്. അവർ തന്നെ പറഞ്ഞു, ഞാൻ പൊക്കോളാവേന്ന് കാറി, ഞാൻ പോവാന്ന് പറഞ്ഞു. ഒറ്റ കാറിച്ച പുള്ളിക്കാർ താഴോട്ട് വീണു, തന്നെ എഴുന്നേറ്റ് പോയി. അപ്പം നമ്മുടെ മേലുള്ള അഭിഷേകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതാണ്. നമ്മൾ ചില വിഷയങ്ങളെ കമാൻഡ് ചെയ്തു തുടങ്ങിയ നമ്മൾ ജയം കാണും. നമ്മുടെ നാവിൻ്റെ മേൽ ഭയങ്കര അധികാരമാണ്. നമ്മൾ ചിന്തിക്കും ഇത് ഒത്തിരി നേരം പ്രാർത്ഥിച്ചാലേ ഇത് പോകത്തുള്ളൂ. പക്ഷേ അത് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. നീ ഞൊടിക്കുന്ന നേരം കൊണ്ട് ദുരാത്മശക്തികൾ പൊളി. ചിലത് പ്രത്യക്ഷത്തിൽ കാണത്തില്ല, പക്ഷെ ദൈവിക മഹത്വം ചലിക്കും. ആമേൻ, ഗ്ലോറി. ഞാൻ ഈ വീടുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ വിളിച്ച 15 മിനിറ്റ് കൂടുതൽ സാധാരണ വീടുകളിൽ പ്രാർത്ഥിക്കത്തില്ല. എനിക്ക് ചിലരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പം അല്ലെങ്കിൽ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ മേളിൽ എന്ത് ചെയ്യണം, ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ചില വിഷയത്തിൻ്റെ അകത്ത് അത് പറഞ്ഞ് നമ്മളതിനെ പൊട്ടിക്കാറുള്ളൂ. ഈ അധികാരത്തിലുള്ള പ്രാർത്ഥന, ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അധികാരത്തിലുള്ള പ്രാർത്ഥന അത് 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ അധികാരമുള്ളവർ 1 മിനിറ്റ് എന്ത് ചെയ്താൽ മതി, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യും, അതുപോലെ തന്നെ സംഭവിക്കപ്പെടും. മനസ്സിലായോ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു വിഷയത്തിൻ്റെ അകത്ത് 1.25 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണ്ട. നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ അകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ വെളിപ്പെടും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, അഭിഷേകമുള്ള നിന്നെ ഒതുക്കാൻ ഒരു രാജ്യത്തിൻ്റെ കവാടങ്ങൾക്കും കഴിയത്തില്ല. വിളിയുള്ള നിന്നെ എവിടെയെങ്കിലും ഒതുക്കി പിടിക്കുവാൻ ഒരു ശത്രുവിൻ്റെ കരത്തിനും കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ച് പറയട്ടെ, നീ ഇതിനെ താണ്ടും. നീ വാഗ്ദത്ത കനാന്റെ അകത്ത് കാലുകുത്തു വന്ന ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഉറപ്പോടെ വിളിച്ചു പറയുകയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേൽ മക്കളുടെ മുൻപിൽ വാതിലുകളെ അടച്ചപ്പോൾ ഒരു മനുഷ്യനും നടക്കാൻ കൊള്ളത്തില്ലാത്തതും മനുഷ്യന് പാർക്കാൻ കൊള്ളത്തില്ലാത്തതും
കുരുപ്പ പോലും മുളയ്ക്കാൻ കഴിയാത്തതുമായിരിക്കുന്ന കെയില എന്ന് പറയുന്ന സ്ഥലം, ആ പട്ടണം, ആ രാജ്യം തൻ്റെ ജനത്തിന് വേണ്ടി വാതിലുകളെ തുറന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? മനുഷ്യന് പാർക്കാൻ കൊള്ളത്തില്ലാത്ത സ്ഥലമാണ്, പൈശാചിക ആധിപത്യമുള്ള സ്ഥലമാണ്, കുരുപ്പ പോലും മുളയ്ക്കാത്ത മണ്ണാണ്, മനുഷ്യന് പാർക്കാൻ അനുവദ്യമുള്ള സ്ഥലമല്ല, ഒരു സാഹചര്യങ്ങളുമില്ല. പക്ഷേ ഈ ജനത്തിന് വേണ്ടി വാതിൽ അവർ തുറന്നപ്പോൾ അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുകയാണ്, അഭിഷേകമുള്ളവൻ ആ മണ്ണിൻ്റെ അകത്ത് അവൻ്റെ കാലുകുത്തിയപ്പോ മണ്ണിൻ്റെ അകത്ത് വാണുകൊണ്ടിരുന്ന കുരുപ്പ പോലും മുളയ്ക്കാൻ കഴിയാത്തതുപോലെ മണ്ണിനെ വരട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന, അതിൻ്റെ ഘടനകളെ പോലും നിർജീവമാക്കിക്കൊണ്ടിരുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ ആ മണ്ണ് വിട്ടു മാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അഭിഷേകമുള്ള നീ കാലുകുത്തിയ, ഹല്ലേലൂയ, ഓ ശാന്തര പ്രഭാതിയ അസ്മരാധര ഘടകജന ദിഗൽഖമാനിയ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അഭിഷേകമുള്ള നീ കാലുകുത്തിയ, അഭിഷേകമുള്ള നീ ചെന്നു കയറിയ, അഭിഷേകമുള്ള നിന്റെ കാല് വെച്ച് കഴിഞ്ഞ എത്ര കൊല്ലത്തില്ലാത്ത പട്ടണമായിക്കോട്ടെ, എത്ര കൊല്ലത്തില്ലാത്ത ഭവനമായിക്കോട്ടെ, ശാപം കൊണ്ട് മനുഷ്യരിട്ടിട്ട് പോയ ഭൂമിയായിക്കോട്ടെ, നിന്റെ കാല് കുത്തുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ചിലത് സംഭവിക്കപ്പെടാൻ പോകുകയോ. ഓ ശാഥാലരാബഗന ഹതദരഗഡഗ ശതര ഹർബ പ്രഭാതിയ, ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. ഈ മണ്ണ് മനുഷ്യന് പാർക്കാൻ കൊള്ളുന്നതല്ല, ഇവിടെ ഒന്നും വിളയാത്തതാ. പക്ഷേ അഭിഷേകമുള്ളവന് വേണ്ടി വാതിൽ തുറന്നു കഴിഞ്ഞപ്പോ, അഭിഷേകമുള്ള ജനമ മണ്ണിന്റെ അകത്ത് കാലുകുത്തിയപ്പോ മണ്ണിന്റെ കെട്ടിനെ ദൈവം പൊളിച്ചു, മണ്ണിന്റെ ആധിപത്യത്തെ ദൈവം പൊടിച്ചു. ആ ദേശത്തിന്റെ ആധിപത്യങ്ങൾ പൊളിഞ്ഞു. ഇന്നുവരെ ആ ദേശത്തെ ഭരിച്ചുകൊണ്ടിരുന്ന പൈശാചിക ആധിപത്യങ്ങൾ ആ മണ്ണ് വിട്ടു, ദേശം വിട്ട് അത് പൊളിഞ്ഞു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഇന്ന് പകൽ നീ ഇവിടെ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയുമോ, ഇവിടെ നിന്റെ മേൽ വീഴുന്ന ദൈവശക്തിയുമോ, നിന്റെ ഭവനത്തിന്റെ അകത്ത് നീ കാൽ കുത്തുമ്പോൾ തന്നെ, നിന്റെ മണ്ണിന്റെ അകത്ത് നീ കാൽ കുത്തുമ്പോൾ തന്നെ, നിന്റെ വിദ്യാഭ്യാസ മേഖലകള് നീ കാൽ കുത്തുമ്പോൾ തന്നെ, നിന്റെ ജോലി മേഖലകള് നിന്റെ കാല് കുത്തുമ്പോൾ തന്നെ, ഓ ഹറഭകതസിയ, ഇന്ന് പകൽ നിന്റെ മേലുള്ള അഭിഷേകം നീ തിരിച്ചറിയണം. ഇന്ന് പകൽ നിന്റെ മേലുള്ള അഭിഷേകം നീ തിരിച്ചറിയണം. നീ കാലുകുത്തുമ്പോൾ തന്നെ, നീ നടന്നെടുക്കുമ്പോൾ തന്നെ, നീ ഒരു വീടിൻ്റെ അകത്ത് കയറിയ, നീ വീടിൻ്റെ അകത്ത് കയറിയതിൻ്റെ റിസൾട്ട് ആ വീടിൻ്റെ അകത്ത് വെളിപ്പെടണം. അഭിഷേകമുള്ള നീ മണ്ണിൻ്റെ അകത്ത് കാലുകുത്തിയ, അഭിഷേകമുള്ള നീ ചലിക്കുന്ന ഇടങ്ങൾ, അഭിഷേകമുള്ള നീ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, അഭിഷേകമുള്ള നീ ആരാധിക്കുന്ന സഭ, അതിൻ്റെ റിസൾട്ടുകളെ വെളിപ്പെടുത്തണോ. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, നിന്റെ മേൽ വീണത് ചെറുതല്ല. നമ്മളൊരു വീട്ടിൽ ചെന്ന് കയറി അവർ തിരിച്ചറിയണം, ലാൽജി പാസന്റെ വീട്ടിൽ വന്നത് എൻ്റെ വിജയം, ബിബിൻ പാസന്റെ വീടിൻ്റെ അകത്ത് കാലുകുത്തിയത് എൻ്റെ വിജയം. അവരുടെ മേലൊരു അഭിഷേകമുണ്ട്. അവർ കാൽകുത്തിയ ചലിക്കപ്പെടോ, അവർ കാൽകുത്തിയ അനുഗ്രഹിക്കപ്പെടോ, അവർ കാല് വെച്ച ദേശം അനുഗ്രഹിക്കപ്പെടോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ കാലെടുത്ത് നീ ഏത് കെട്ടപ്പെട്ട മണ്ണിന്റെ അകത്ത് നിന്റെ കാല് പതിഞ്ഞോട്ടെ, അത് പൊളിയോ. ചിലതിലേക്ക് അടുക്കുമ്പോൾ പിശാച് വിറയ്ക്കും.
അവർക്കറിയാം നമ്മുടെ മേലുള്ള അഭിഷേകം. ഞാനും നമ്മൾ ഇവിടെ ചർച്ചയിൽ കൂടുന്ന അപ്പവും കൂടെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഒത്തിരി നാളായി, എനിക്ക് തോന്നുന്നു കുറേ നാളായി അങ്ങനെ വണ്ടിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞിട്ട്. ഞങ്ങൾ ചുമ്മാ വണ്ടി എടുത്ത് ഒരു അടുത്തൊരു കട്ടിങ്ങിലേക്ക് കയറിയപ്പോൾ വണ്ടി മറിഞ്ഞ്. ഞാൻ ചാടി, അവനും ചാടാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ കാല് ചെറുതായിട്ട് ആ പുട്രസിൻ്റെ അവിടെ ആയിപ്പോയി. അവൻ്റെ കുറച്ച് നാളായിട്ട് ഈ കാല് വിരലിങ്ങനെ സ്റ്റിഫായിട്ടിരിക്കുകയായിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് റെഡിയായി. അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ നേരത്തെ വീഴേണ്ടതായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി ആ മണ്ണിൻ്റെ അകത്ത് നിന്നെ കയറ്റത്തില്ല, നീ കയറി ഒരു വിടുതലുണ്ടെന്ന് മനസ്സിലാക്കി പിശാച് വഴിയിലിരുന്ന് തകർക്കാൻ പദ്ധതികൾ ഒരുക്കി. അതുപോലെ തന്നെ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ബുധനാഴ്ച വ്യാഴാഴ്ചയോ ശനിയാഴ്ച ഞാൻ വീട്ടിലേക്ക് പോവാ. സ്കൂട്ടർ എൻ്റെ നിന്ന്, ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി, സ്കൂട്ടർ മറിഞ്ഞു. എനിക്ക് അന്നേരം പിടി കിട്ടി, നമ്മൾ ഈ മണ്ണിൻ്റെ അകത്ത് കയറിയ എന്തോ ഒരു ദൈവപ്രവൃത്തിയുടെ വെളിപ്പെടും. നിന്റെ വഴിയിൽ പിശാച് തടയുന്നുണ്ടെങ്കിൽ നീ ചിന്തിച്ചോണം, നിന്റെ മേലുള്ള അഭിഷേകം ചെറുതല്ല. നീ അവിടെ പ്രാർത്ഥിക്കുക പോലും ചെയ്യണ്ട, നീ കേറിയാ മതി. ഈ ജനം ഈ കെയിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അവരെങ്ങനെങ്കിലും അവരുടെ രാജ്യത്തെത്തുവാൻ അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം മണ്ണിൻ്റെ അകത്ത് എത്തണമെന്ന് മാത്രമേ അവരാഗ്രഹിച്ചുള്ളൂ. അതിനുവേണ്ടി അവർ മൂവ് ചെയ്തു തുടങ്ങിയപ്പോൾ, അതിനുവേണ്ടി അവർ യാത്ര ചെയ്തു തുടങ്ങിയപ്പോൾ, അതിനുവേണ്ടി അവർ മുൻപോട്ട് സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയപ്പോൾ അവർ ചവിട്ടിയ മണ്ണ് സകലതും അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ കേറുന്ന മണ്ണും നീ പാർക്കുന്ന ഭവനവും നീ ജോലി ചെയ്യുന്ന സ്ഥലമോ നിന്നോട് സഹകരിക്കുന്നവരോ അവരുടെ മേൽ നിന്റെ മേൽ നിന്ന് പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ചലനങ്ങൾ അവിടെയും വെളിപ്പെടോ, അവർ ആശ്ചര്യപ്പെടോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ പകർന്ന അഭിഷേകം, നിന്നെ കത്തിക്കുന്ന ദൈവത്തീ, അത് ഈ ഭൂമിയിലെ ഒരു വ്യക്തിയുടെയോ ദേശത്തിന്റെ ശക്തിയുടേതല്ല. ഈ ഉലകത്തെ നിർമ്മിച്ച, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മേലുള്ള അഭിഷേകം എന്തെന്ന്. ഇവൻ കെയിലക്കകത്തേക്ക് ഇവർ കാല് കുത്തിക്കഴിഞ്ഞപ്പോൾ കെയിലയുടെ കെട്ട് പൊളിഞ്ഞു, മണ്ണ് പുഷ്ടിയുള്ളതായി മാറി, സകലതും അവിടെ വിളയാൻ തുടങ്ങി. അവിടെ കാണുകയാണ് ആടുമാടുകൾ അവിടെ പെറ്റുപെരുകാൻ തുടങ്ങി. സമൃദ്ധിയുള്ളൊരു ദേശമായി കെയില എന്ന് പറയുന്ന പട്ടണം മാറി. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയട്ടെ, നിന്റെ മേലുള്ള അഭിഷേകം ചലിച്ചു തുടങ്ങിയ പിശാച് പറയാ, ഈ മണ്ണിൽ നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, ഈ വീട് നിനക്ക് പാർക്കാൻ കൊള്ളുന്നതല്ല, ഈ ഭവനം അന്ധകാരം പിടിച്ചതാണ്, ഇവിടെ പാർക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ രക്ഷയില്ലാത്തത്. ഇന്ന് പകൽ നീ അത് നിന്റെ അഭിഷേകം കൊണ്ട് നീ തെളിയിച്ചേ മതിയാകത്തുള്ളൂ. അഭിഷേകമുള്ളവന്റെ കാല് മണ്ണിൻ്റെ അകത്ത് ചവിട്ടിയപ്പോ മണ്ണ് പുഷ്ടിയുള്ളതായി മാറി, 100 മേനി വിളവ് അവിടെ ഉണ്ടായി. അവിടെ ആടുമാളുകൾ പെറ്റുവരുകാൻ തുടങ്ങി, അവിടെ വലിയ നന്മകൾ വെളിപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഫെലിസ്ത്യർ പറയുകയാ, നമ്മൾ മറ്റ് രാജ്യത്തെ കൊള്ളയടിക്കുന്നതിനേക്കാൾ ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്നത് നല്ലത്. നമുക്ക് അല്പകാലം ജീവിക്കാനുള്ളതല്ല, അധിക കാലങ്ങൾ ജീവിക്കാനുള്ള നന്മ ഇവിടെയുണ്ട്. മൂന്ന് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മണ്ണിനെ കുറിച്ച് ഇവർ പറയുകയാണ്, നമുക്ക് ഏറ്റവും കാലങ്ങൾ പാർക്കുവാൻ ജീവിക്കുവാൻ കഴിയുന്നത് കെയിലയുടെ മണ്ണിൻ്റെ അകത്ത് നമുക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് ഇവർ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്. ഇവരുടെ കളങ്ങളെയെല്ലാം സകലതിനെ കവർച്ച ചെയ്യുകയാണ്.
ദാവീദിന് അറിവ് കിട്ടിയപ്പം ദാവീദ് പറയുക, യഹോവേ ഞാൻ എന്ത് ചെയ്യട്ടെ? കെയിലയെ രക്ഷിക്കട്ടെ. ദൈവം പറയുക, നീ കെയിലയെ രക്ഷിക്കുക. കൂടെയുള്ളവർ പറയുകയാണ്, നമ്മളിപ്പോൾ ഇവിടെ ഒളിവിൽ പാർക്കുകയാണ്, ശൗലിനെ ഭയന്ന് പാർക്കുകയാണ്, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല ഈ ഫെലിസ്ത്യരെ ജയിക്കുക എന്നുള്ളത്. ഈ വാക്കിൻ്റെ മുൻപിൽ ദാവീദ് വീണ്ടും യഹോവയോട് ചോദിക്കുക. അതാണ് നമ്മൾ വായിച്ച കുറിവാക്യം, അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവ അവനോട്, എഴുന്നേറ്റ്, നീ എഴുന്നേറ്റ് കെയിലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. കണ്ടോ, അവിടെ കണ്ടോ, ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, നീ എഴുന്നേക്ക്. നിന്റെ കൂടെയുള്ളവരുടെ വാക്ക് കേട്ട് നീ അവിടെ ഇരിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നീ എഴുന്നേക്ക് ദാവീദേ. എനിക്ക് വേണ്ടി വാതിൽ തുറന്നൊരു രാജ്യമാണ്, എൻ്റെ ജനത്തിന് വേണ്ടി കവാടങ്ങളെ പൊട്ടിച്ചു കളഞ്ഞൊരു രാജ്യമാണ്, എൻ്റെ ജനം നടക്കുവാൻ വേണ്ടി വഴി തെളിച്ചൊരു രാജ്യമാണ്. ഈ കെയിലയെ രക്ഷിക്കുവാൻ ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുകയാ. ലോകത്തിലെ വലിയ ശക്തിയായിരിക്കാം ഫെലിസ്ത്യർ, പക്ഷെ അവര് നിന്നെ ജയിക്കത്തില്ല, അവര് നിന്നെ ജയിക്കത്തില്ല. ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഓ, പ്രഭുക്കന്മാരായിരിക്കാം, വലിയ സൈന്യമുള്ള രാജ്യമായിരിക്കാം, പക്ഷെ നിന്നെ ജയിക്കത്തില്ല. അഞ്ചു രാജാക്കന്മാരും 5 സേനകളോ 5 സേവാമൂർത്തിയുള്ള രാജ്യമായിരിക്കും. ഓ, ഫെലിസ്ത്യർ, പക്ഷെ നിന്നെ ജയിക്കത്തില്ല. ഒളിവിൽ പാർക്കുന്നവനോട് ദൈവം പറയുക, നീ കെയിലയിലേക്ക് ചെല്ലുക, ഫെലിസ്ത്യനെ നിന്റെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കാൻ പോകുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ കട്ടുമുടിക്കുക, നിന്നെ തകർക്കുക, നിന്റെ നന്മയെ അപകരിക്കുക, കേറി വരുന്ന ശക്തിയെ ജയിക്കാനുള്ള അഭിഷേകം നിന്റെ മേലുണ്ട്. ഇന്ന് പകലത് തിരിച്ചറിയ. നിന്റെ മേൽ വീണ അഭിഷേകം രാജകീയ അഭിഷേകമാ, രാജാക്കന്മാരുടെ രാജാവിന്റെ അഭിഷേകമാ. ഓ, നീ സാധാരണക്കാരനല്ലോ, നീ രാജകീയ പുരോഹിത വർഗമാ. ഓ, രാജാവിന്റെ അഭിഷേകമാ നിന്റെ മേൽ വീണത്. ദാവീദേ, നീ മറങ്ങിരിക്കണ്ട. ദാവീദേ, നീ കൂട്ടുകാരുടെ വാക്ക് കേട്ട് നീ പുറകോട്ട് തിരിയണ്ട. ദാവീദേ, നീ എഴുന്നേൽക്ക. നീ കെയിലയിലേക്ക് ചെല്ല്. ഫെലിസ്ത്യനെ ഞാൻ നിന്റെ കരത്തിൽ തരാൻ പോകുകയോ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഫെലിസ്ത്യൻ നിന്റെ കയ്യിൽ അമരാൻ പോകുകയോ. ഇന്ന് പകൽ ചിലത് പൊളിയട്ടെ. കവർച്ച ചെയ്യുന്ന പിടിച്ചെടുക്കുന്ന ഒതുക്കുന്ന ചില വ്യാപാരങ്ങൾ പിശാച് പറയാ, നിന്റെ വീടിന്റെ അകത്ത് വെളിപ്പെടുന്നത്, നിന്റെ വീടിന്റെ അകത്ത് ജനിക്കപ്പെടുന്നത്, നിന്റെ വീടിന്റെ അകത്ത് തുറന്നത്, എന്നിൽ കൂടെ വെളിപ്പെട്ടത്. ഓ, ഞാൻ അപകരിക്കും. പക്ഷെ ദൈവം പറയുക, എന്റെ അഭിഷക്തന്മാർ കാലുകുത്തിയ മണ്ണിന്റെ അകത്ത് വിളഞ്ഞതിനെ ഒന്നിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഭിഷേകം ചലിക്കട്ടെ. അഭിഷേകമുള്ളവൻ കാലുകുത്തിയപ്പോ, അഭിഷേകമുള്ള നീ പ്രാർത്ഥിച്ചപ്പോ, നിനക്ക് വേണ്ടി ദൈവം കൈമാറിയതിന് ഒരു ശത്രുവിനും അപകരിക്കാൻ കഴിയത്തില്ല.
എടാ, ദൈവമാ നിനക്ക് വേണ്ടി തുറന്നതെങ്കിൽ, ദൈവത്തിൽ കൂടെയാ നിന്റെ കരങ്ങൾക്കകത്ത് നന്മ വന്നതെങ്കിൽ, ദൈവം തന്ന തലമുറയാണെങ്കിൽ, ദൈവം നൽകിയ നന്മയാണെങ്കിൽ, ദൈവം നൽകിയ മണ്ണാണെങ്കിൽ, ദൈവം നൽകിയ ഭവനമാണെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തമാണെങ്കിൽ, അതിനെ അപകരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ നിന്റെ അഭിഷേകം നീ തിരിച്ചറിയ. നീ ഇന്ന് പകൽ കവരുന്ന ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് നിന്റെ അവകാശങ്ങളെ തിരിച്ചു പിടിക്കുക. ഇന്ന് പകൽ നീ തിരിച്ചു പിടിക്കുക. ഓ ശബദര ഹന്തര പ്രഭാതി. ഓ ശബധര ധര. നിന്റെ മേൽ വീണ അഭിഷേകം അത് സാധാരണ അഭിഷേകമല്ല. നിന്റെ മേൽ വീണ അഭിഷേകം സാധാരണ അഭിഷേകമല്ല, രാജകീയ അഭിഷേകമാ. നിന്റെ മേൽ വീണത് രാജകീയ അഭിഷേകമാ. നീ രാജകീയ പുരോഹിത വർഗമാ. നീ സാധാരണപ്പെട്ട ആളല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഫെലിസ്ത്യരോർത്ത് ഈ നന്മയുമായി, ഈ ആടുമാടുകളുമായി, അവിടുത്തെ വിളവുമായി ഫെലിസ്ത്യൻ നാട്ടിലേക്ക് പോകാമെന്ന്. പക്ഷെ ദൈവം അനുവദിച്ചില്ല. ദൈവം അനുവദിച്ചില്ല. അഭിഷേകം മണ്ണിൻ്റെ നുകത്തെ പൊട്ടിച്ചെങ്കിൽ, അഭിഷേകം മണ്ണിൻ്റെ കെട്ടിനെ പൊട്ടിച്ചെങ്കിൽ, ക്രിസ്തുവിൽ കൂടുള്ള സമൃദ്ധി മണ്ണിൻ്റെ അകത്ത് വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അതിൻ്റെ അകത്തുനിന്ന് ഒന്നിനെയും അതിൻ്റെ അകത്തുനിന്ന് ഒന്നിനും പിടിച്ചെടുക്കാൻ കഴിയത്തില്ല. തന്ത്രങ്ങൾ മെനയുമായിരിക്കാം, അവകാശങ്ങൾ കാണിക്കുമായിരിക്കാം, പിടിച്ചു വെക്കുമായിരിക്കാം. പക്ഷെ നിന്റെ മണ്ണ് വിട്ടതിനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഓ, നിന്റെ മണ്ണ് വിട്ടതിനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. നിന്റെ അതിർത്തി വിട്ട് അതുമായി ചലിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ അത്ഭുതങ്ങളെ കാണാൻ പോകുക, നീ അടയാളങ്ങളെ കാണാൻ പോകുക, നിന്റെ കണ്ണുകൊണ്ട് വീര്യപ്രവർത്തികളെ കാണാൻ പോകുക. ദാവീദിൻ്റെ മേൽ വീണ അഭിഷേകം, ദാവീദ് അന്ന് പകൽ അതിനെ തിരിച്ചറിയുക. ഇന്ന് വരെ അവൻ രാജ്യങ്ങളോട് യുദ്ധം ചെയ്തിട്ടില്ല. അവൻ ഒളിവിൽ പാർക്കുകയാ. പക്ഷേ അവൻ്റെ മേലുള്ള അഭിഷേകത്തെ ദാവീദ് തിരിച്ചറിയുക. ദൈവം ദാവീദിനോട് പറയാ, ദാവീദേ, നീ കെയിലയിലേക്ക് പൊക്കോ, നീ കെയിലയിലേക്ക് പൊക്കോ, അവരെ ഞാൻ നിന്റെ കരത്തിൽ തരാൻ പോകുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക. ദൈവിക മഹത്വങ്ങൾ നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ദൈവിക അഭിഷേകം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. അങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും കെയിലയിലേക്ക് പോയി ഫെലിസ്ത്യരോട് പൊരുതി അവരുടെ ആടുമാടുകളെയും കഠിനമായി തോൽപ്പിച്ചു. കെയിലകളിലേക്ക് എന്ത് ചെയ്തു? അവൻ തിരികെ നൽകി. എന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവിക നിയോഗത്തിൻ്റെ അകത്ത് നീ ചലിച്ചു തുടങ്ങിയ, നിന്റെ കരത്തിൻ്റെ അകത്ത് നിന്ന് പിടിച്ചതിനെ നീ തിരികെ പിടിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നീ ചില നന്മകളെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ചില ശൂന്യതകൾ നിന്റെ മുൻപിൽ നിന്ന് വഴിമാറാൻ പോകുക. ചില ബൗണ്ടറികളെ നീ പൊട്ടിച്ചെറിയാൻ പോകുക.
ചിലത് നിന്റെ മുൻപിൽ ദൈവം, നിന്റെ കണ്ണിൻ്റെ മുൻപിൽ ചിലതിനെ ദൈവം തുറക്കാൻ പോകുക. അപകരിക്കുവാൻ നിനക്കെതിരെ കടന്നു വരുന്ന ചില പൈശാചിക തന്ത്രങ്ങളെ പൊട്ടിച്ചു കളയാൻ പോകുക. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആറാഭാകാറ്റാസി ലാംഠസ് മറാത്തിയ ലബറിയ ഹസ്മനാഥി ഷേപ്രാകാറ്റ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അങ്ങനെ സംഭവിക്കപ്പെടട്ടെ, അങ്ങനെ സംഭവിക്കപ്പെടട്ടെ, അങ്ങനെ സംഭവിക്കപ്പെടട്ടെ കർത്താവേ. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടതുപോലെ ചില വരണ്ട ദേശങ്ങൾ, ചില വരണ്ട മണ്ണുകൾ പുഷ്ടിയുള്ളതായി മാറട്ടെ. അടകടകടക ശന്ധര പ്രമാദിയ ലസ്മരാജക സന്ധന ജനാദിയ അടതുരികടക വൈശവൽ പ്രഭാതിയ. ഇന്ന് പകൽ ചിലത് പൊളിയട്ടെ, പൊളിയട്ടെ, പൊളിയട്ടെ. ആ സതരപദകടക ജുരിമനകടകദിരി അറതുനിയാദക സ്മന്ധര പ്രമാധി ലാബ്രാകാറ്റാസിയ ലാംഥോരിയ വൈശംതലാധനാധി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ ജയം കൽപ്പിക്കുന്നു, ജയം കൽപ്പിക്കുകയാ. ആമേൻ, 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 ആമേൻ. ഉടപരകടക പരക ദുരിമനകടക ജനകടക ജലപരകടകസിയ അർദ്ധനാദരാദി അന്തര പ്രഭാതിയ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽ അഭിഷേകം ചലിക്കട്ടെ. ഇന്ന് പകൽ ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽ പൈശാചിക അജണ്ടകൾ പൊളിയട്ടെ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചാട്ടെ. പിശാച് പറയുന്നു, നിന്നെ ഈ മണ്ണിൽ കൂടെ വഴി നടത്തത്തില്ല. പക്ഷെ ദൈവം ചില നിനക്ക് വേണ്ടി തുറക്കും. നീ കാല് ചവിട്ടുന്ന ദേശവും മണ്ണും അത് സമൃദ്ധിയുള്ളതായി മാറും. ദൈവത്താൽ തുറക്കപ്പെടുന്നതിനെ, ദൈവത്താൽ വെളിപ്പെട്ട നന്മയെയും അപകരിക്കുവാൻ വരുന്ന ശത്രുവിനെയും അവൻ്റെ സൈന്യത്തെയും ദൈവം തോൽപ്പിക്കും. ഇന്ന് പകൽ നിന്റെ അവകാശത്തെ പിടിച്ചു വെക്കുന്ന സകല പൈശാചിക തന്ത്രങ്ങളും ദൈവം പൊട്ടിച്ചു കളയും. പിശാചിൻ്റെ കരത്തിൻ്റെ അകത്തിൽ നിന്ന് അതിനെ തിരികെ മേടിച്ച് ദൈവം നിന്റെ കരത്തിൽ തരും. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുകയാ, അത് ഈ കുടുംബങ്ങൾക്കകത്ത് ഇന്നു മുതൽ അത് വെളിപ്പെടട്ടെ കർത്താവേ. ഇന്ന് മുതൽ അത് വെളിപ്പെടണം. ഇന്ന് മുതൽ അത് വെളിപ്പെടണം. ഇന്ന് മുതൽ അത് വെളിപ്പെടണം കർത്താവേ. ഇന്ന് മുതൽ അത് വെളിപ്പെടണം. ഇന്ന് മുതൽ അത് സംഭവിക്കപ്പെടണോ. ഇന്ന് മുതൽ അത് ആത്മാവിൽ തുറക്കപ്പെടണോ. കർത്താവേ, ഇന്ന് പകൽ കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരത്തിലേക്ക് തരികയാണ്. അങ്ങയുടെ സാന്നിധ്യം കൊണ്ടും അങ്ങയുടെ കൃപ കൊണ്ടും അങ്ങയുടെ മഹത്വം കൊണ്ടും ഈ ജനത്തെ കർത്താവ് മറയ്ക്കുന്നതിനായി സ്തോത്രം. സകലതും നന്മയും അനുഗ്രഹവുമായി മാറട്ടെ. ആത്മാവ് പുതിയതിനെ ഈ ജനത്തിൻ്റെ മേൽ കൈമാറേണ്ടതിനായി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ വിടുതലുകളെ കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ കർത്താവേ. ഇന്ന് പകൽ വചനത്തിൽ കൂടെ തൻ്റെ ജനത്തോട് ആത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽ പ്രവചന ശബ്ദമായി വചനത്തെ ദൈവം ഉപയോഗിച്ചതിനാ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാ. ആധിപത്യങ്ങളെ ദൈവം പൊളിച്ചതിനായി സ്തോത്രം. അഭിഷേകത്തെ ദൈവം പകർന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ പ്രാപിച്ച ദൈവശക്തി ആ ജനത്തിൻ്റെ മേൽ ആത്മാവ് വെളിപ്പെടുത്തി തുടങ്ങിയതിനാ ഞങ്ങൾ നന്ദി പറയുകയാ. ഇന്ന് പകൽ കർത്താവേ, ആലയം വിട്ടിവരിറങ്ങി
കർത്താവ് ഇവരുടെ ഭവനത്തിനകത്ത് കാലുകുത്തുമ്പോൾ തന്നെ ചില പൈശാചിക അജണ്ടകൾ പൊളിയുന്നതിന് ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാ. അങ്ങനെ ഒരു പകർച്ച ഇന്ന് പകൽ ഈ മണ്ണിൻ്റെ അകത്ത് എൻ്റെ ദൈവം വെളിപ്പെടുത്തിയതിനാ ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. ജനത്തിൻ്റെ മേൽ ദൈവം അത് തുറന്നതിനാ ഞങ്ങൾ നന്ദി പറയുക. ജയത്തോടെ കർത്താവ് ഇവരെ അയക്കുന്നതിനാ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകലതും നന്മയും അനുഗ്രഹവുമായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.